ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ വർക്കുകൾ വരുന്നുണ്ട്. നമ്മളതിൽ ഒരുപാട് ലാഭമോ കാര്യങ്ങളോ മറ്റുള്ളവരെ കൊള്ളയടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രോത്ത് സ്ലോ ഗ്രോത്താണ്. പക്ഷെ നമ്മൾ എല്ലാത്തിനും ബുദ്ധിമുട്ടി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. ദൈവം അങ്ങനെ തരുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു വർക്ക് നമ്മൾ കഴിയും, അത് 6 പേരിനെ അവിടെ നിർത്തി നൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥലം വിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലാനിങ് ആണ് കേട്ടോ. ഫുള്ള് അടുത്ത സൈറ്റിലേക്കുള്ള ലോഡൊക്കെ 1.5 ലക്ഷം ഉറുപ്പിൻ്റെ കയറ്റി വെച്ചു. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് നമ്മളൊരുപാട് പേര് ഹെൽപ്പ് ചെയ്യണല്ലേ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് കയറ്റി എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഇന്നലെ ഒടുക്കത്തെ മഴ, വണ്ടികളൊക്കെ വെളിയിലാണ്. കാരണം എൻ്റെ വീട്ടിൽ ചെറിയൊരു വീട് കെട്ടണം, സൗകര്യങ്ങളൊന്നും പോരാ. അപ്പോൾ ചെറിയൊരു വീട് കെട്ടാന്നുള്ള പ്ലാൻ ഇട്ട് തുടക്കം തന്നെ കല്ല് കടിയാണ്. ഒരുത്തിന് അറിയണവന് മരം വെട്ടാൻ ഒരു കരാറ് കൊടുത്തു. ആ 10,000 രൂപയും വാങ്ങിയിട്ട് മുങ്ങിയതല്ലാണ്ട് ഒരു മാസമായിട്ട് ഈ വഴിക്കില്ല. അപ്പോൾ വണ്ടിയൊക്കെ വഴി കിടക്കണം. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ വല്ല ഒരുപാടുണ്ട്. അതിൽ പ്ലൈവുഡ് നനഞ്ഞാക്കേട് വരുന്ന സാധനങ്ങളാണ് അതിൽ. അപ്പോൾ 1.5 മണിക്കൂറാണ് ഇപ്പോൾ വേസ്റ്റ്. ആ ടാർപ്പാളൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കുക. രാവിലെ ഒരു സൈറ്റ് തീർക്കാൻ വേണ്ടി പോകേണ്ടതാണ് കേട്ടോ. അവിടെ പിള്ളേർ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. വേറൊരു സൈറ്റിൽ മെഷർമെൻറ്റ് കൊടുക്കണം. നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും വിളിച്ചിട്ട് ഇതൊക്കെ കാണേണ്ട ആൾക്കാർ നമ്മളെല്ലാം സ്റ്റാറ്റസ് അപ്ഡേറ്റഡ്. കുഴപ്പമില്ല, എന്നൊരു ദിവസം നീ ഇവിടെ ഇട്, ഷെഡിലിട്ട്, കുഴപ്പമില്ല. ഷെഡിലിടുന്ന നിർബന്ധമില്ല, നനയാതിരിക്കുമല്ലോ, ആരുമില്ല, കുഴപ്പമില്ല. നമ്മൾ തോൽക്കാനൊന്നും മനസ്സില്ല. അത് കെട്ടി സെറ്റാക്കി വെച്ചിട്ട് 1.5 മണിക്കൂർ നിന്നിട്ട് ടാർപ്പാൾ